യുഎസിൽ വന്നിറങ്ങി നേരെ പോയത് ഒരു കുഞ്ഞു വീട്ടിലേക്കാണെന്ന് പറഞ്ഞില്ലായിരുന്നു. ഒരു 1 ബെഡ്റൂം Airbnb. കുറച്ച് സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 500-600 സ്ക്വയർ ഫീറ്റേ കാണുള്ളൂ. എങ്കിലും എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. കിച്ചണിലാണെങ്കിൽ അത്യാവശ്യം കുക്ക് ചെയ്യാൻ വേണ്ട പാത്രങ്ങളും അതുപോലെ തന്നെ സ്നാക്സും ബാത്റൂമിലെ ടോയ്ലറ്ററീസും എല്ലാം ഫുള്ളി സ്റ്റോക്ക്ഡ് ആയിരുന്നു. ഇനി വരുന്ന ഗസ്റ്റിന് കൊടുക്കാനുള്ളത് പോലും അവിടെ തന്നെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നുള്ള പേടി പോലും അവർക്കില്ലായിരുന്നു. നമ്മുടെ ഹോസ്റ്റ് ഹെദർ വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു. ആശുക്കുഞ്ഞിന് വന്ന ഉടനെ കഴിക്കാനായിട്ട് ഡയറ്റ് ഫുഡ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വാങ്ങി ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്ന ഉടനെ കുഞ്ഞിന് ഫുഡ് കൊടുക്കാനൊക്കെ വളരെ ഈസി ആയിരുന്നു. ആ സമയത്തൊന്നും പുറത്ത് പോകുക വാങ്ങിക്കേണ്ടി ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഈ ബെഡ്ഷീറ്റ് നിങ്ങൾ നമ്മുടെ പഴയ ഹൈദരാബാദ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. കുഞ്ഞു വീടാണെങ്കിൽ നല്ല ഹൈടെക് വീടായിരുന്നു. ബാത്റൂമിൽ ടോട്ടോ ടോയ്ലറ്റും മൊത്തം ടോട്ടോ ആക്സസറീസും ഒക്കെ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് യുഎസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സ്ഥലമാണ് സേഫ് എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ Airbnb ബുക്ക് ചെയ്യുന്നത്. യുഎസിലെ എല്ലാ സ്ഥലവും അത്ര സേഫും വാക്കബിൾ നെയ്ബർഹുഡും ഒന്നും ആയിരിക്കില്ല. നമ്മളിവിടെ എയർപോർട്ടിനടുത്തുള്ള ബർലിംഗേം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബുക്ക് ചെയ്തത്. ഇത് വളരെ സേഫും അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. 12 ദിവസത്തേക്ക് 2 ലക്ഷം രൂപയാണ് നമുക്ക് ഈ ഒരു കുഞ്ഞു വീടിനായത്. കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.